ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് വീഡിയോസൊക്കെ കാണുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അക്കൗണ്ടൻസി സബ്ജക്റ്റിലെ 3rd ചാപ്റ്ററായ റെക്കോർഡിങ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഈ വീഡിയോ 3 ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജേർണലിൻ്റെയും ലെഡ്ജറിൻ്റെയും മീനിങ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. തേർഡ് എന്ന് പറയുന്നത് ലെഡ്ജറും ജേർണലും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജേർണലിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ ജേർണൽ ഈസ് എ ഡേ ബുക്ക് കെപ്റ്റ് ഇൻ ദ ബിസിനസ് വെയറിൻ ദ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് ട്രാൻസാക്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് നാച്ചർ ഇൻക്ലൂഡിംഗ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഈസ് ഷോൺ ക്രോണോളജിക്കലി. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേർണൽ എന്ന് പറയുന്നത് ഒരു ഡേ ബുക്കാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ജേർണലിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ജേർണലിൻ്റെ മറ്റ് 2 പേരുകളാണ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് ജേർണലിനെ വിളിക്കാൻ കാരണം എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും ആദ്യമായി ജേർണലിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ജേർണലുമായി ബന്ധപ്പെട്ട 2 ടേംസ് ആണ് പറയാൻ പോകുന്നത്. ജേർണലൈസിങ് ആൻഡ് ജേർണൽ എൻട്രി. ജേർണലൈസിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓർ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കലി ഇൻ ദ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിങ്. ജേർണലിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുന്ന ആ പ്രോസസ്സിനെയാണ് ജേർണലൈസിങ് എന്ന് പറയുന്നത്. ജേർണലിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിനെയാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ജേർണലും അതുമായി ബന്ധപ്പെട്ട ടേംസും. ഇനി നമുക്ക് ലെഡ്ജർ നോക്കാം. ഇതാണ് ലെഡ്ജറിൻ്റെ ഡെഫിനിഷൻ. എ ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓർ സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് ദ ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് ഓർ പ്രിൻസിപ്പൽ ബുക്ക് or secondary record. It is a book where transactions of similar nature. It is also known as book of final entry. ലെഡ്ജർ എന്ന് പറയുന്നത് അക്കൗണ്ടുകളുടെ ഒരു കളക്ഷനാണ്. ലെഡ്ജറിനെ അക്കൗണ്ടുകളുടെ ചീഫ് ബുക്ക് എന്നും പ്രിൻസിപ്പൽ ബുക്ക് എന്നും സെക്കൻഡറി റെക്കോർഡ് എന്നും പറയുന്നു. സിമിലർ നാച്ചറുള്ള അക്കൗണ്ടുകളുടെ ബുക്കാണ് ലെഡ്ജർ. ലെഡ്ജറിനെ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നും അറിയപ്പെടുന്നു. അതിന് കാരണം ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം അവസാനമായി ലെഡ്ജറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ലെഡ്ജറുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് പോസ്റ്റിംഗ്. അതിൻ്റെ ഡെഫിനിഷൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ എൻട്രീസ് റെക്കോർഡഡ് ഇൻ ദ ജേർണൽ ഇൻ ടു അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ജേർണലിലെ എല്ലാ എൻട്രീസും ലെഡ്ജറിലേക്ക് എടുത്തെഴുതുന്ന ആ പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലെഡ്ജർ അക്കൗണ്ടുകളെ 2 എണ്ണമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 പെർമനൻ്റ് അക്കൗണ്ട്, 2 ടെമ്പററി അക്കൗണ്ട്. പെർമനൻ്റ് അക്കൗണ്ടിന് എക്സാമ്പിൾസ് ആണ് അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ടെമ്പററി അക്കൗണ്ടുകൾക്ക് എക്സാമ്പിളാണ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പെർമനൻ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതുകയും ചെയ്യും. ടെമ്പററി അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ട്രേഡ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് എടുത്തെഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു. ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് ജേർണലും അതിൻ്റെ ഡെഫിനിഷനും അതുമായി ബന്ധപ്പെട്ട 2 ടേംസും ജേർണലൈസിങ് ആൻഡ് ജേർണൽ എൻട്രി. പിന്നെ ലെഡ്ജറിൻ്റെ ഡെഫിനിഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട 3 ടേംസ് പോസ്റ്റിംഗ്, പെർമനൻ്റ് അക്കൗണ്ട്, ടെമ്പററി അക്കൗണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡിഫറൻസസിൽ പറയുന്നത്. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് ഓർ പ്രൈം എൻട്രി ആസ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫസ്റ്റ് ഇൻ ദ ജേർണൽ. ബട്ട് ledger is a book of final entry as all transactions are recorded finally in the ledger. ഇത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ജേർണലിനെ ഫസ്റ്റ് ഓർ പ്രൈം എൻട്രി എന്ന് വിളിക്കാൻ കാരണം
ആദ്യമായി എല്ലാ ട്രാൻസാക്ഷൻസും ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ലെഡ്ജറിൽ നമ്മൾ അവസാനമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ ജേർണൽ, ബട്ട് ഇൻ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ആൻ അനലിറ്റിക്കൽ മാനർ. തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഫോം ദ ബേസിസ് ഫോർ റൈറ്റിംഗ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ലെഡ്ജറിൽ entries in the books of original entry form the basis for writing ledger. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ലെഡ്ജർ നമ്മൾ ജേർണലിൽ എഴുതിയ എൻട്രീസ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ബാലൻസിങ് ഈസ് നോട്ട് ഡൺ ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഈസ് കോൾഡ് ജേർണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ഇത് രണ്ടും നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ജേർണലിൽ നമ്മൾ ബാലൻസ് ചെയ്യാറില്ല, ലെഡ്ജറിൽ ബാലൻസ് ചെയ്യാറുണ്ട്. അതുപോലെ ജേർണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് ജേർണലൈസിംഗ് എന്നാണ്. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് പോസ്റ്റിംഗ് എന്നാണ്. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ദ കീപ്പിംഗ് ഓഫ് വേരിയസ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ദർ ഈസ് യൂണിഫോമിറ്റി ഇൻ ദ കീപ്പിംഗ് ഓഫ് ലെഡ്ജർ. ദർ ആർ 2 ഈക്വലി ഡിവൈഡഡ് സൈഡ്സ് ഹാവിങ് ഐഡൻറ്റിക്കൽ കോളംസ് ഫോർ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. ജേർണൽ നമ്മൾ പ്രത്യേകിച്ച് യൂണിഫോമിറ്റി ഒന്നും ഇല്ലാതെയാണ് കീപ്പ് ചെയ്യുക. പക്ഷേ ലെഡ്ജർ യൂണിഫോം ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കും ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ എല്ലാ തിയറി പോർഷൻസും നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പ്രോബ്ലം മാത്രമേ നോക്കാനുള്ളൂ. അപ്പോൾ നമുക്കിനി പ്രോബ്ലം നോക്കാം. ഇതാണ് ജേർണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും ജേർണൽ എൻട്രി നമ്മൾ പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞ കോളത്തിലാണ് എഴുതുക. ഓരോ ജേർണൽ എൻട്രിയിലും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും ഒന്ന് ഗിവിങ് ആസ്പെക്റ്റും. റിസീവിങ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് കോളത്തിലും അതുപോലെ തന്നെ ഗിവിങ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കോളത്തിലും എഴുതും. പിന്നെ ഓരോ ട്രാൻസാക്ഷനും നടന്ന ഡേറ്റ് നമ്മൾ ഡേറ്റിൻ്റെ കോളത്തിലും എഴുതും. ഇത്രയേ ഉള്ളൂ ജേർണലിൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഇതാണ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇതിൽ ഡേറ്റിൻ്റെ കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതും. ലെഡ്ജർ അക്കൗണ്ടിന് 2 പാർട്ടുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. നമ്മൾ ഏത് അക്കൗണ്ടാണോ ഉണ്ടാക്കുന്നത് അതിന് ഡെബിറ്റ് വരുന്ന എല്ലാ എൻട്രീസും നമ്മൾ ഡെബിറ്റ് സൈഡിലും അതിന് ക്രെഡിറ്റ് വരുന്ന എല്ലാ എൻട്രീസും ക്രെഡിറ്റ് സൈഡിലും എഴുതും. ഉദാഹരണത്തിന് ക്യാഷ് അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് വരുന്ന എല്ലാ എൻട്രീസും ഡെബിറ്റ് സൈഡിലും ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് വരുന്ന എല്ലാ എൻട്രീസും ക്രെഡിറ്റ് സൈഡിലും എഴുതും. പിന്നെ ഇതിലുള്ളൊരു കോളമാണ് JF. അതിൻ്റെ ഫുൾ ഫോം JF എന്നാണ്. അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും എഴുതില്ല. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജേർണൽ ഫോളിയോ. നമ്മളിതിൽ JF എന്നാണെങ്കിൽ ജേർണലിൽ LF എന്നാണ്, ലെഡ്ജർ ഫോളിയോ. LFലും നമ്മൾ പ്രത്യേകിച്ചൊന്നും എഴുതില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടിൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഈ ഒരൊറ്റ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ജേർണൽ എങ്ങനെ എഴുതാമെന്നും അതുപോലെ ലെഡ്ജർ എങ്ങനെ എഴുതാമെന്നും നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് ലെഡ്ജറും പ്രിപ്പയർ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 12,000. ഇനി നമ്മൾ ഈ ട്രാൻസാക്ഷനിലെ റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും കണ്ടെത്തണം. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യണം, ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇതിൽ നമ്മൾ റിസീവ് ചെയ്തത് ക്യാഷും കൊടുക്കാനുള്ളത് ക്യാപിറ്റലുമാണ്. അപ്പോൾ ഇതിൽ റിസീവിങ് ആസ്പെക്റ്റായ ക്യാഷിന് ഡെബിറ്റും ഗിവിങ് ആസ്പെക്റ്റായ ക്യാപിറ്റലിനെ ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ജേർണലിൻ്റെ ഫോർമാറ്റ് വരച്ചു, എന്നിട്ട് ഡേറ്റിൻ്റെ കോളത്തിൽ നമ്മൾ ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് എഴുതി. അപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്
ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നതാണ്. അതിന് നേരെ നമ്മൾ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എമൗണ്ടും എഴുതി. ഇനി അതിന് താഴെ ബ്രാക്കറ്റിൽ ആ ട്രാൻസാക്ഷനെ കുറിച്ച് ചെറിയൊരു നരേഷൻ കൊടുക്കണം. ഇപ്പോൾ എഴുതിയ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് വെച്ച് ബിസിനസ് തുടങ്ങി എന്നതാണ്. അപ്പോൾ അതിന് നരേഷനായിട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് കൊടുത്തു. അതേപോലെ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും താഴെ നമ്മൾ ചെറിയൊരു നരേഷൻ കൊടുക്കണം. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ്. ഇതിൽ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പർച്ചേസും ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷും ആണ്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡേറ്റിൻ്റെ കോളത്തിൽ അത് നടന്ന ഡേറ്റും അതുപോലെ ജേർണൽ എൻട്രിയും എഴുതി അതിൻ്റെ താഴെ ചെറിയൊരു നരേഷൻ കൊടുത്തു, ഗുഡ്സ് ബോട്ട് ഫോർ ക്യാഷ്. എന്നിട്ട് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എമൗണ്ടും എഴുതി. ഇതുപോലെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും എഴുതേണ്ടതാണ്. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസഡ് ഫർണിച്ചർ. ഇതിൽ ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷും റിസീവിങ് ആസ്പെക്റ്റ് ഫർണിച്ചറുമാണ്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഈ ട്രാൻസാക്ഷന് നമ്മൾ അതുപോലെ എഴുതി നരേഷനും കൊടുത്തു, എമൗണ്ടും എഴുതി. നരേഷൻ പർച്ചേസഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് നോക്കാം. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ്. ഇതിൽ ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷും റിസീവിങ് ആസ്പെക്റ്റ് ക്യാഷും അതുപോലെ ഗിവിങ് ആസ്പെക്റ്റ് സെയിൽസും ആണ്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇതുപോലെ വേണം അത് എഴുതാൻ. അതിന് താഴെ നമ്മൾ നരേഷൻ കൊടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ്. പിന്നെ എമൗണ്ടും എഴുതി. ഇനി അടുത്തത് അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. അഞ്ചാമത്തത് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷും റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബാങ്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ അത് ഇതുപോലെ എഴുതി നരേഷൻ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുത്തു. അപ്പോൾ ഇനി ആറാമത്തത് പർച്ചേസഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഇതിൽ റിസീവിങ് ആസ്പെക്റ്റ് പർച്ചേസും അതുപോലെ ഗിവിങ് ആസ്പെക്റ്റ് ബാങ്കുമാണ്. കാരണം ചെക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ആറാമത്തെ എൻട്രി നമ്മൾ എഴുതി. അതിന് നരേഷൻ കൊടുത്തത് പർച്ചേസഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ത്രൂ ബാങ്ക്. എന്നിട്ട് എമൗണ്ടും എഴുതി. ഇനി നമുക്ക് സെവൻത്ത് ട്രാൻസാക്ഷൻ നോക്കാം. അടുത്തത് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസും സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷും സെയിം ആണ്. ഇതിൽ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അതുപോലെ റിസീവിങ് ആസ്പെക്റ്റ് സെയിൽസ് അല്ല, ക്യാഷാണ്. കാരണം സെയിൽ നടക്കുമ്പോൾ ക്യാഷ് അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് ക്യാഷും ഗിവിങ് ആസ്പെക്റ്റ് സെയിൽസും. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇതുപോലെയാണ് എഴുതേണ്ടത്. അതിൻ്റെ നരേഷനായിട്ട് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് എന്നോ നരേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എട്ടാമത്തത് നോക്കാം. 8th വൺ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷും റിസീവിങ് ആസ്പെക്റ്റ് ബാങ്കുമാണ്. ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. 8th വണ്ണ് ഇതുപോലെയാണ് എഴുതേണ്ടത്. അതിന് നരേഷൻ കൊടുത്തത് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണ്. പിന്നെ എമൗണ്ടും എഴുതി. 9th വൺ എന്ന് പറയുന്നത് പെയ്ഡ് സാലറി ബൈ ചെക്ക് എന്നാണ്. ഇതിൻ്റെ ഗിവിങ് ആസ്പെക്റ്റ് ബാങ്കും റിസീവിങ് ആസ്പെക്റ്റ് സാലറിയുമാണ്. ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇതുപോലെയാണ് 9th വൺ എഴുതേണ്ടത്. അതിന് നമ്മൾ നരേഷൻ കൊടുത്തത് സാലറി പെയ്ഡ് ബൈ ചെക്ക് എന്നാണ്. പിന്നെ എമൗണ്ടും എഴുതി. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി 10th വൺ ഇത് ലാസ്റ്റ് ട്രാൻസാക്ഷനാണ്, റിസീവ്ഡ് കമ്മീഷൻ. ഇതിൻ്റെ റിസീവിങ് ആസ്പെക്റ്റ് ക്യാഷാണ്. ഇതിൻ്റെ ഗിവിങ് ആസ്പെക്റ്റ് കമ്മീഷൻ. ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. 10th വൺ ഇതുപോലെ വേണം എഴുതാൻ.
അതിൻ്റെ നരേഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ റിസീവ്ഡ്, പിന്നെ എമൗണ്ടും എഴുതുക. അപ്പോൾ നമ്മുടെ ജേർണൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോയാണിത്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ജേർണൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. ജേർണലിൽ പിന്നെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ജേർണൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ലെഡ്ജർ ചെയ്യാൻ വേണ്ടി പോണത്. ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം ലെഡ്ജർ എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് അക്കൗണ്ടാണോ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ജേർണൽ എൻട്രി നോക്കുമ്പം അതിൽ ക്യാഷും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാഷിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെയാണ് ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. ആദ്യം ലെഡ്ജറിന് പേര് കൊടുത്തു, ക്യാഷ് അക്കൗണ്ട് എന്നും പേര് കൊടുത്തു, ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും 2 പാർട്ടാക്കി. ഇനി നമ്മൾ എങ്ങനെയാണ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എൻട്രീസും റെക്കോർഡ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കുമ്പം ക്യാഷിന് ഡെബിറ്റാണ് വരുന്നത്. ക്യാഷിന് ഏതാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ക്യാഷിന് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ ഡെബിറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ വേണം ഫസ്റ്റത്തെ എഴുതാൻ. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്നല്ല എഴുതേണ്ടത്, ക്യാഷിൻ്റെ ഒപ്പം ഏതാണോ വരുന്നത് അത് വേണം ഡെബിറ്റ് സൈഡിൽ എഴുതാൻ. അപ്പോൾ ഇതുപോലെ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അടുത്ത ജേർണൽ എൻട്രി നോക്കുമ്പം പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇതിൽ ക്യാഷിന് ക്രെഡിറ്റാണ് വരുന്നത്. അപ്പോൾ പർച്ചേസ് എന്ന് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ക്യാഷ് വരുന്ന എല്ലാ ജേർണൽ എൻട്രീസും നമുക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിലടുത്ത് ക്യാഷ് വരുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിന് ക്രെഡിറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് എഴുതാം. പിന്നെ അടുത്തത് വരുന്നത് 4ാമത്തെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അതിൽ ക്യാഷിന് ഡെബിറ്റാണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് എന്ന് എഴുതണം. 5th വൺ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിന് ക്രെഡിറ്റ്, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക്. അടുത്തത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അതിൽ ക്യാഷ് വരുന്നില്ല, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. 7th ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷിന് ഡെബിറ്റാണ്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് എന്ന് എഴുതണം. അടുത്തത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിന് ക്രെഡിറ്റ്, ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് എഴുതണം. 9th വണ്ണിൽ ക്യാഷ് വരുന്നില്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. 10th വൺ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. ക്യാഷിന് ഡെബിറ്റാണ്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കമ്മീഷൻ എഴുതാം. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ എൻട്രീസും ലെഡ്ജറിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇത് ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് 2 സൈഡും ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് സൈഡിലെ ടോട്ടലും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസാണ് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ കുറവ് അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ആ ഡിഫറൻസ് എഴുതുക. നമുക്ക് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ടോട്ടലാക്കിയിട്ട് എഴുതുക. അതിൻ്റെ താഴെ എഴുതേണ്ടതാണ് ബാലൻസ് ബ്രോട്ട് ഡൗൺ. നമ്മൾ ഏത് സൈഡിലാണോ ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസ് എഴുതുക. നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഏത് സൈഡിലാണോ എഴുതുന്നത് അത് നോക്കിയിട്ടാണ് ആ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതിലിപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. പക്ഷേ ബാക്കി എല്ലാ അക്കൗണ്ടുകൾക്കും ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആയിരിക്കും വരിക. അപ്പം നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇതുപോലെ എല്ലാ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യണം. അടുത്തത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാപിറ്റലിൽ ആകെ ഒറ്റൊരെണ്ണേ വരുള്ളൂ. ആദ്യത്തെ ട്രാൻസാക്ഷനിൽ മാത്രമേ ക്യാപിറ്റൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ ക്യാഷ് എന്ന് എഴുതാൻ.
അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതിയിട്ട് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു പെർമനൻറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ബാലൻസ് ചെയ്യേണ്ടതാണ്. അപ്പം ഡെബിറ്റും ക്രെഡിറ്റും നോക്കുമ്പം ഡെബിറ്റ് സൈഡിൽ കുറവാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വേണം നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട് എമൗണ്ട് എഴുതാൻ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ടോട്ടൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതാം. നമ്മൾ ക്യാഷ് അക്കൗണ്ടിന് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇതിനും. നമ്മൾ എവിടെയാണോ കുറവ് എന്ന് നോക്കിയിട്ട് അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പിൽ ടോട്ടലാക്കിയിട്ട് കൂടുതൽ കിട്ടിയ ആ എമൗണ്ട് എഴുതി, പിന്നെ അതിൻ്റെ താഴെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതി. അപ്പോൾ അത്രയേ ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ജേണൽ എൻട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ജേണൽ എൻട്രി ആയ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തു. പിന്നെ സെക്കൻഡ് ജേണൽ എൻട്രി നോക്കുമ്പം ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതാണ്. അതിൽ പർച്ചേസ് അക്കൗണ്ട് മാത്രമേ നമുക്കിനി പ്രിപ്പയർ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ പർച്ചേസസ് 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഒന്ന് സെക്കൻഡ് ട്രാൻസാക്ഷനിലും അതുപോലെ സിക്സ്ത് ട്രാൻസാക്ഷനിലും. അപ്പോൾ സെക്കൻഡിൽ നോക്കുകയാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്, പർച്ചേസിന് ഡെബിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വേണം നമ്മൾ ക്യാഷ് എന്ന് എഴുതാൻ. ഇനി സിക്സ്ത് ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിലും പർച്ചേസിന് ഡെബിറ്റാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് എന്ന് എഴുതണം. അപ്പോൾ ഇതുപോലെയാണ് പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് എമൗണ്ട് എഴുതി, ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടും എമൗണ്ട് എഴുതി. പർച്ചേസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം അതൊരു ടെമ്പററി അക്കൗണ്ടാണ്. പെർമനൻ്റ് അക്കൗണ്ട് മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് ഫർണിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ തേർഡ് ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് എന്ന് എഴുതണം. അപ്പോൾ ഇതുപോലെയാണ് ഫർണിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് എന്ന് എഴുതി. ഈ ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ആ ഫർണിച്ചർ എന്ന് പറയുന്നത്. അപ്പം അതൊരു പെർമനൻറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യണം. അപ്പം ക്യാഷ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോക്കുമ്പം ക്രെഡിറ്റ് സൈഡിലാണ് കുറവ്, അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടോട്ടൽ എഴുതി. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബാലൻസ് ക്യാരി ഡൗൺ ഏത് സൈഡിലാണോ എഴുതിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതി. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ചെയ്തതും ക്യാഷ് അക്കൗണ്ടിന് ചെയ്തതുപോലെ തന്നെയാണ് ഫർണിച്ചർ അക്കൗണ്ടും ഇവിടെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏത് സൈഡിലാണോ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫർണിച്ചർ അക്കൗണ്ട്. അപ്പോൾ വേഗം അടുത്ത അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫോർത്ത് ജേണൽ എൻട്രി നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് സെയിൽസാണ് ഉണ്ടാക്കാനുള്ളത്. സെയിൽസ് ഇവിടെ 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഒന്ന് 7th വരുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം 4th സെയിൽസിന് ക്രെഡിറ്റ് ആണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം ക്യാഷ് എന്ന് എഴുതാൻ. അതുപോലെ തന്നെയാണ് 7th വണ്ണും സെയിൽസിന് ക്രെഡിറ്റ്, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. അപ്പോൾ ഇതുപോലെ വേണം സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എന്നും ബാങ്ക് അക്കൗണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ടെമ്പററി അക്കൗണ്ടാണ്, അപ്പോൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതെന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ 5th വൺ നോക്കുകയാണെങ്കിൽ ബാങ്കിന് ഡെബിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. നെക്സ്റ്റ് വൺ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇതിൽ ബാങ്കിന് ക്രെഡിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് എഴുതാം. പിന്നെ 8th വണ്ണിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റാണ്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. പിന്നെ 9th വൺ സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റാണ്, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് എഴുതാം. അപ്പോൾ ഇതുപോലെ വേണം ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം, അതൊരു പെർമനൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ 2 സൈഡും ടോട്ടൽ ചെയ്യാം, ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും. എന്നിട്ട് എവിടെയാണ്
കുറവ് എന്ന് നോക്കുക. അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട് ആ ഡിഫറൻസ് എഴുതുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് അതേ ഡിഫറൻസ് എഴുതുക. പിന്നെ ആ ടോട്ടലായിട്ട് എഴുതിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പം ഒരു സൈഡ് നമ്മൾക്ക് കൂടുതലായിട്ട് കിട്ടുമല്ലോ, ആ കൂടുതലായി കിട്ടുന്ന ആ എമൗണ്ടാണ് ടോട്ടലായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാങ്ക് അക്കൗണ്ട്. വേഗം നമുക്ക് അടുത്ത അക്കൗണ്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് ആകെ 2 അക്കൗണ്ടും കൂടി ഉണ്ടാക്കാനുള്ളൂ. ഒന്ന് സാലറി അക്കൗണ്ടും ഒന്ന് കമ്മീഷൻ അക്കൗണ്ടും. ആദ്യം നമുക്ക് സാലറി അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇതിൽ 9th വൺ നോക്കുകയാണെങ്കിൽ സാലറിക്ക് ഡെബിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് എന്ന് എഴുതാം. സാലറി അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു ടെമ്പററി അക്കൗണ്ടാണ്. പിന്നെ കമ്മീഷൻ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ കമ്മീഷന് 10th വൺ കമ്മീഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ക്യാഷ് എന്ന് എഴുതണം, അതും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെയാണ് സാലറി അക്കൗണ്ടും കമ്മീഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ടെമ്പററി അക്കൗണ്ട്സ് ആണ്. സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാങ്കിൽ നിന്ന് എഴുതിയിട്ട് എമൗണ്ട് എഴുതി, അതുപോലെ കമ്മീഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതിയിട്ട് എമൗണ്ട് എഴുതി. അപ്പോൾ നമ്മൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ഇത്. ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മളിതാ ജേർണൽ പ്രിപ്പയർ ചെയ്തു. ഈ ജേർണൽ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്തു. ജേർണലിൻ്റെ ഫോർമാറ്റും ലെഡ്ജറിൻ്റെ ഫോർമാറ്റുമാണ് ആദ്യം പഠിക്കേണ്ടത്. ഇത് രണ്ടിൻ്റെയും ഫോർമാറ്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ജേർണലിൽ LF എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ലെഡ്ജറിൽ JF എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ലെഡ്ജർ 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഒന്ന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, അങ്ങനെ പാർട്ടാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു പ്രോബ്ലം വെച്ചിട്ടാണ് ഈ ജേർണലും ലെഡ്ജറും പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേർണൽ മാത്രം ഉണ്ടാക്കാനുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേർണലും ലെഡ്ജറും പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ബൈ ബൈ, സീ യു.